ഇപ്പം ഞങ്ങൾ ഇവിടെ എടുത്തതിന് ശേഷം 4 പുത്തൻ ടയർ, സിയറ്റിൻ്റെ 4 പുത്തൻ ടയറും സ്റ്റെപ്പിന് ഇറക്കിയിട്ടില്ല. പിന്നെ പോരാത്തതിന് നമ്മൾ സർവീസ് സിംഗിൾ ഓണർഷിപ്പാണ്. ഓൺ റോഡ് ഏകദേശം 12.5 ലക്ഷം രൂപ ഓഫർ കഴിഞ്ഞിട്ട് വരുന്ന വണ്ടിയാണ്. ഇവിടെ ഒരു ടൈമിൽ പോളോന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴും തെറ്റൊന്നുമില്ല, 5 വണ്ടി ഇവിടെ ഉണ്ട്. 2027 വരെ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്ത വണ്ടി. അതെ, അത്യാവശ്യം ഒരു 22-23 ലെവലിൽ ഹൈവേയിൽ മൈലേജ് എല്ലാ ഫീച്ചേഴ്സും വരും. ഓട്ടോ ക്ലൈമറ്റ് AC വരും, പിന്നെ സ്റ്റീരിയോ ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, എയർ ബാഗ് ഡ്യുവൽ വരും, പിന്നെ 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്. ഷോറൂമിൽ തന്നെയാണ് ഇവർ 3Mന്റെ അണ്ടർ ബോഡി കോട്ടിങ്, പിന്നെ ബോഡി കെയർ എല്ലാം 3Mന്റെ ഷോറൂമിൽ നിന്നാണ് ചെയ്തു പോകുന്നത്. ഇപ്പോഴും ചെയ്തുകൊണ്ട് നിൽക്കുന്നു. 8007 വെറുതെ ഒരു ബാക്കി ഇത് TSI ആണ്, ടർബോ TSI ആണ്. നമുക്കൊരു മാറ്റം 1 ലിറ്റർ ടർബോ TSI. ഒരു ബഡ്ജറ്റ് ഓറിയന്റഡ് സെൽറ്റോസ് ഡീസലാണ് നോക്കുന്നെങ്കിൽ ഇത് പക്ക വണ്ടിയാണ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മെട്രോ കാസിലാണ്. മെട്രോ കാസിൽ ഒരുപാട് യൂസ്ഡ് കാറിൻ്റെ കളക്ഷൻസ് ഉള്ളൊരു സ്പോട്ടാണ്. എസ്പെഷ്യലി നല്ല ക്വാളിറ്റിയുള്ള കാസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയുള്ള സ്പോട്ടും കൂടിയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാലിക്കറ്റാണ്. കാലിക്കറ്റ് തിരുവണ്ണൂരാണ് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ലെറ്റ്സ് റോൾ. അപ്പോൾ ഇന്നും നമ്മുടെ കാറിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് അനഘ തന്നെയാണ്. വെൽക്കം ബാക്ക്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു 3-4 മാസമായി തോന്നുന്നു നമ്മളൊരു വീഡിയോ ചെയ്ത്. സ്റ്റോക്ക് ഒന്ന് റൊട്ടേഷൻ ഒക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. എങ്ങനെയുണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് എന്തെങ്കിലും ഡൗൺ ഉണ്ടോ? മഴക്കാലാവുമ്പോൾ നമ്മള് വണ്ടി ഒന്ന് ചുരുക്കും, ചെറുതാക്കും. പിന്നെ അധികം മഴ ഇല്ലാന്ന് തോന്നില്ല. കസ്റ്റമർ പൈസ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കുറച്ച് മഴ കുറവാണ്, ടൗൺ ഭാഗത്ത്. അതെ, നല്ല മഴ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് റൊണാൾഡോ തന്നെ തുടങ്ങാം അല്ലേ? റൊണാൾഡോ തുടങ്ങാം. കൈഗറാണ് ഇറങ്ങിയ ഏറ്റവും ടോപ്പ് എൻഡ് RXZ AMT CVT ഗിയർ ബോക്സ്. CVT ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് 1 ലിറ്റർ ടർബോ ആണ്. നോർമലി റെനോൾട്ട് കൈഗറിനും നിസാൻ മാഗ്നറ്റിനും ഉള്ളൊരു ചീത്തപ്പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇല്ല എന്നുള്ളതാണ്. 1 ലിറ്റർ എഞ്ചിനാണ്, നോൺ ടർബോയ്ക്ക് പവർ ഇല്ല എന്നുള്ളതാണ്. ടർബോ വരുമ്പോൾ ആ പ്രശ്നം കൊണ്ട് പവർ കൊണ്ട് പെർഫോമൻസ് ആയാലും അത്യാവശ്യം തെറ്റില്ലാത്തൊരു മൈലേജും തരുന്നുണ്ട്, വണ്ടി കിട്ടുന്നുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ്. ഓൺ റോഡ് ഏകദേശം 12.5 ലക്ഷം രൂപ ഓഫർ കഴിഞ്ഞിട്ട് വരുന്ന വണ്ടിയാണ്. നമ്മൾ 9.25 ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റം കൂടി പറ്റി നമുക്ക് കൊടുക്കും. 9.25 അതെ. അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചത് തന്നെയാണ് ഫൈനാൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മാക്സിമം ഫിനാൻസ് കിട്ടുന്ന വണ്ടി. അതൊക്കെ 95% ഫിനാൻസ് കിട്ടും. ഇപ്പം വാലേഷൻ വരികയാണെങ്കിൽ തന്നെ നമ്മൾ ചോദിക്കുന്ന റേറ്റിന്റെ മുകളിൽ ഒരു 10 ലക്ഷം രൂപയോളം വാലേഷൻ വരും. 2022 മോഡൽ വണ്ടിയാണ്. അണ്ടർ വാറണ്ടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ സർവീസായി 19,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇപ്പോൾ സർവീസായി. അത് നമ്മൾ സർവീസ് ഫ്രീ ആയിട്ട് നമ്മളെ എക്സ്പെൻസിൽ ചെയ്തു പോകും. പെട്രോൾ ആണല്ലോ? പെട്രോൾ ഉണ്ട്. കിലോമീറ്റർ 19,800. 19,800 അത്യാവശ്യം നല്ലൊരു പ്രൈസിങ്ങും ആണ്. ഓക്കെ, ഇപ്പോൾ റൊണാൾഡോന്റെ കൈഗർ ഇവിടെ അവൈലബിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള അത്യാവശ്യം നല്ലൊരു ഈ ബ്രൗണിഷ് ആണോ ഇതിന്റെ കളർ? ശരിക്കും ഇതൊരു ഡാർക്ക് ബ്രൗൺ എന്നും പറയാം, ചെറിയൊരു വയലറ്റിന്റെ ഷെയ്ഡും ഉണ്ട്. ലൈറ്റിന്റെ ഇതിൽ നോക്കുമ്പോൾ ഡാർക്ക്നെസ് അടിക്കുന്നുണ്ട്. ഡാർക്ക് ബ്രൗൺ ആണ്. പിന്നെ വെൽ മെയിൻറ്റെയിൻ ആണല്ലോ? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റോ കാര്യങ്ങൾ ബാക്ക് ബമ്പർ ഒരു പ്രാവശ്യം റീപ്ലേസ് ഉണ്ട്. അവിടെ ഒരു ക്വാർട്ടർ പാനലിനോട് ചേർന്ന് ഒരു റീപെയിന്റിങ്ങും ബാക്ക് ബമ്പർ റീപ്ലേസും അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു ലേഡി ഓണറാണ്. അപ്പോൾ അവർ റിവേഴ്സ് വെക്കുന്ന സമയത്ത് വീട്ടിൽ തന്നെ സൈഡ് ബാക്ക് കെട്ടിയാണ്. ടയേഴ്സ് ആയാലും അത്യാവശ്യം നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ സ്റ്റെപ്പിനി ഇറക്കിയിട്ടില്ല. ആ ഒരു കിലോമീറ്റർ ഓടിയതിന്റെ ആ ഒരു നല്ല രീതിയിൽ തന്നെ ഇന്റീരിയർ ആയാലും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ആണ്. പിന്നെ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് 4 എയർ ബാഗ് വരും. 4 എയർ ബാഗ് വരും. പിന്നെ വയർലെസ് ചാർജിങ് കാര്യങ്ങൾ വരും. സ്റ്റീരിയോ വരുന്ന ടച്ചാണ്, ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. നമുക്ക് മോഡ്സ് വരുന്നുണ്ട്. ഡ്രൈവിംഗിൽ മോഡ്സ് വരുന്നുണ്ട്. എല്ലാം ടോപ്പ് എൻഡിൽ വരുന്ന ഫീച്ചേഴ്സാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടർബോ ആയതുകൊണ്ട് അത്യാവശ്യം പെർഫോമൻസ് കിട്ടുമല്ലോ. ആ ഒരു ലാഗിങ്ങിന് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നല്ലൊരു 1 ലിറ്ററിന്റെ ടർബോ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്ത കാറിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത് ടാറ്റ ടിയാഗോ ആണ്. അതെ, ഇത് 1.2 ലിറ്റർ അല്ലേ? 1.2 ആണ്. ഒരു ഇത് എല്ലാവർക്കും ആവശ്യമുള്ള വണ്ടിയാണ്. ഏതാ മോഡല്? 2020 മോഡലാണ്. 20 ലാസ്റ്റ് മാനുഫാക്ചർ, 21 രജിസ്ട്രേഷൻ, 21 2-ാം മാസം ഡെലിവറി ഉള്ള വണ്ടിയാണ്. വേരിയന്റ് ഏതാ? XZ പ്ലസ് അല്ല, XZ തൊട്ട് താഴെയുള്ള വണ്ടി. സിംഗിൾ ഓണർ, വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. MT ഗിയർ ബോക്സ് ആണ്. 44,000 കിലോമീറ്റർ ആണ് ഇപ്പോൾ ഓടിയത്. ഇപ്പം ഞങ്ങൾ ഇവിടെ എടുത്തതിന് ശേഷം 4 പുത്തൻ ടയർ, സിയറ്റിന്റെ 4 പുത്തൻ ടയറും സ്റ്റെപ്പിന് ഇറക്കിയിട്ടില്ല. പിന്നെ പോരാത്തതിന് നമ്മൾ സർവീസ് 44,000 കഴിഞ്ഞുള്ളൂ. എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് സർവീസിനെ പറ്റിയിട്ടോ ടയറിനെ പറ്റിയിട്ടോ ടെൻഷൻ അടിക്കാതെ യൂസ് ചെയ്തുകൊണ്ട് നടക്കാം.
44,000 കിലോമീറ്റർ. 44,000 കിലോ. ടയർ മാറുന്ന ടൈമാണ് തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ പുതിയ 4 ടയർ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ്. ഒരു 90% വരെയൊക്കെ ഫിനാൻസ് സൗകര്യം കിട്ടുന്ന വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്നത് 6,45 ചെറിയൊരു മാറ്റം കൂടി വരുത്തി നമുക്ക്. 6,45. അതെ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ഒക്കെ വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടി. വണ്ടി നീറ്റാ, വേറെ അല്ലാത്ത അപാകതകളോ കാര്യങ്ങളില്ല. ചെറിയ ടച്ചപ്പുകൾ ഉണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്തു. ബാക്ക് ബമ്പറും ഫ്രണ്ട് ബമ്പറും കോർണേഴ്സ് എല്ലാ വണ്ടിക്കും വരുന്ന സംഭവമാണ്. ടച്ചപ്പ് അല്ല ഉദ്ദേശിച്ചത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി. ഓക്കെ. പിന്നെ അത്യാവശ്യം നല്ല ലോങ് ഒക്കെ പോകാൻ പറ്റിയ ഒരു വണ്ടിയും കൂടിയാണ്. നല്ല പെർഫോമൻസ്. സിറ്റി റൈഡും പറ്റും, നമുക്ക് ലോങ് റൈഡും എല്ലാത്തിനും ആപ്റ്റ് ആയിട്ടുള്ള വണ്ടി. പിന്നെ ബോഡി വെയിറ്റ് ഉണ്ടല്ലോ. ബോഡി വെയിറ്റ് ഉണ്ട്, ഓട്ടോമാറ്റിക് ആണ്, സേഫ്റ്റി ആണെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട് താനും. ഓക്കെ. അപ്പോൾ നല്ലൊരു ടിയാഗോ ഇവിടെ അവൈലബിൾ ആണ്. നല്ല ബ്ലൂ കളർ ടിയാഗോ, അതും ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് പ്രൈസിങ് കൂടിയാണ്. ഓക്കെ. അടുത്ത കാറിലേക്ക് പോകാം. അടുത്ത നമ്മൾ വോക്സ് വാഗൻ പോളോയിലെത്തി. വണ്ടി ഇവിടെ ഒരു ടൈമിൽ പോളോന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴും തെറ്റൊന്നുമില്ല. 5 വണ്ടി ഇവിടെ ഉണ്ട്. 5 ഒന്നിപ്പോ ഷോറൂമിൽ ടെസ്റ്റ് ഡ്രൈവ് പോയി, ബാക്കി 4 അവിടെ ഉണ്ട്. ഓക്കെ. ഇതിപ്പോ ഏതാ മോഡൽ? ഇത് 2015 മോഡൽ ഹൈലൈൻ പെട്രോൾ ആണ്. ഹൈലൈൻ 1.2 നമ്മുടെ ഫസ്റ്റ് ഇഞ്ചിൻ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 75,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഫുൾ കമ്പനി സർവീസ് ആണ്. 0 to 75 ഫുൾ സർവീസ് കമ്പനിയിലാണ്. ക്ലെയിം ഉണ്ട്. ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ബാക്ക് ഡോർ റീപ്ലേസ് ആണ്. അല്ലാതെ ഗ്ലാസ്, ആ ഡോറിന് തന്നെ ഗ്ലാസോ മറ്റു ഗ്ലാസുകളോ ബോണ്ടോ ഡിക്കിയോ ഒന്നും റീപ്ലേസ് ഇല്ല. ആ ഡോർ മാത്രമാണ് റീപ്ലേസ് ഉള്ളത്. നമ്മൾ 5,15 ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് കൊടുക്കാം. അതിലൊരു 4 അടുപ്പിച്ച് വരെ ലോണും കിട്ടും. 5,15 ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. മറ്റു ക്ലെയിമുകളോ കാര്യങ്ങളൊന്നുമില്ല. ആ ഡോർ ഒഴികെ വേറെ ക്ലെയിമുകളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്പർ ഞാൻ ശ്രദ്ധിച്ചു, ഒരു ചെറിയ രജിസ്റ്റർ ആണ്. ചെറിയ 8007 വെറുതെ ഒരു ഫാൻസി ആണെങ്കിൽ. ഓക്കെ. പിന്നെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ക്വാളിറ്റി നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റി ഉള്ള. എഞ്ചിൻ സൈഡൊക്കെ സൗണ്ടിന്റെ പെർഫെക്ഷൻ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. പോളോന്റെ വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പക്ക പെർഫെക്റ്റ് ആണ് വണ്ടി. ഓക്കെ. ഓക്കെ. അപ്പോൾ നല്ലൊരു വോക്സ് വാഗൻ പോളോ കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഒന്നല്ല, 4 വണ്ടി ഉണ്ട്. അതിൽ 4 വണ്ടിയിൽ 2 വണ്ടി പുറത്താണ്. അതൊക്കെ വേറെ മോഡൽസ് ഏതാ വരുന്നത് ശരിക്കും? അത് നമ്മളിൽ 2014 ഉണ്ട്, 2020 ഇപ്പോൾ കാണിക്കാനുണ്ട്, പിന്നെ 2018 ഡീസൽ ഉണ്ട്. ഡീസൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്തുള്ളത് 2017 തന്നെ പോളോ GT ഉണ്ട്. കസ്റ്റമർ ടെസ്റ്റ് ഡ്രൈവും ഷോറൂമിലൊക്കെ കൊണ്ടുപോയ സമയം അതാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ഇപ്പോൾ പോളോന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരുവിധം എല്ലാവിധ മോഡൽസും അവൈലബിൾ ആണ്. നേരെ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ. അടുത്ത കാറിലേക്ക് പോവാം. അടുത്തത് നമ്മൾ ഹോണ്ടയിലേക്ക് വന്നില്ലേ? അതെ. ഹോണ്ടന്റെ ഏതാണ്? ഹോണ്ടന്റെ സ്റ്റാർട്ടിംഗ് വെഹിക്കിൾ ബ്രിയോ. ഹോണ്ട ബ്രിയോ. ഏതാ മോഡൽ? ഇത് 2018 മോഡലാണ്. നമ്മുടെ ലാസ്റ്റ് ജെൻ ബ്രിയോയിൽ വിടുന്ന വണ്ടിയാണ്. 18-19 ബ്രിയോ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ജെന്നിൽ വരുന്ന ബ്രിയോ ആണ്. 33,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. അതിൽ വേരിയന്റ് ഏതാ വരുന്നത്? ഇത് എസ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ലീന്റെ തൊട്ട് താഴെ. ഈ ആണ് ബേസ് മോഡൽ. എസ് ഓപ്ഷൻ VX 5 വേരിയന്റ് ആണ് വന്നത്. അതിൽ എല്ലാ ഫീച്ചേഴ്സും വരും. ഓട്ടോ ക്ലൈമറ്റ് AC വരും, പിന്നെ സ്റ്റീരിയോ ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, എയർ ബാഗ് ഡ്യുവൽ വരും, പിന്നെ 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഒരു പക്ക പോക്കറ്റ് ഫ്രണ്ട്ലി വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന. ഓണർഷിപ്പ് എങ്ങനെയാ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 33. ഇവിടെ കോഴിക്കോട് SBI മാനേജർ വണ്ടിയാണ്. ലേഡി യൂസ്ഡ് ആണ്. കോട്ടയം രജിസ്ട്രേഷൻ ആണ്, പക്ഷേ ഇവിടെയാണ്. ഒരു 4-5 വർഷമായിട്ട് വണ്ടി ഇവിടെയാണ്. പിന്നെ കണ്ടാൽ അറിയാലോ, ഇന്റീരിയർ വൈസും ഷോറൂം മെയിൻറ്റെയിൻ വണ്ടി. ഷോറൂമിൽ തന്നെയാണ് ഇവർ 3Mന്റെ അണ്ടർ ബോഡി കോട്ടിങ്, പിന്നെ ബോഡി കെയർ എല്ലാം 3Mന്റെ ഷോറൂമിൽ നിന്നാണ് ചെയ്തു പോകുന്നത്. ഇപ്പോഴും ചെയ്തുകൊണ്ട് നിൽക്കുന്നു. നമ്മൾ ചോദിക്കുന്നത് 4.25 ലക്ഷം രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കുക. അതിൽ 4 ലക്ഷം രൂപ വരെ ലോണും വാങ്ങിക്കൊടുക്കുക. ചെറിയൊരു പോക്കറ്റ് ഫ്രണ്ട്ലി വെഹിക്കിൾ. ഇനിയിപ്പോൾ ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും നമുക്ക് ടൗണിലൊക്കെ യൂസ് ചെയ്യാനും കാര്യത്തിനും. ഇപ്പോൾ എഞ്ചിൻ വൈസ് പെർഫോമൻസ് ആയിട്ടാണെങ്കിൽ ഹോണ്ട ബ്രിയോയ്ക്കും ജാസിനൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ്. 1.2 എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ പവർ സൈഡൊന്നും ബുദ്ധിമുട്ട് വരുന്നില്ല. ഏകദേശം എത്ര മൈലേജ് കിട്ടാറുണ്ട്? നമുക്കൊരു 14-15 വരെ ആണ് മൈലേജ് വരിക. ചെറിയ ബോഡിയും കാര്യങ്ങളാണല്ലോ, അപ്പം മൈലേജ് വൈസ് കുറച്ചും കൂടി കൂടുതൽ. ഒതുങ്ങിയ വണ്ടിയാണ്. അതെ. ഓക്കെ. അടുത്ത വണ്ടി നോക്കാം. ഹോണ്ടന്റെ അമേസിലേക്ക് വന്ന്
പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 2020 മാനുഫാക്ചറിങ്, 21 രജിസ്ട്രേഷൻ, 1 മാസം. CVT ഉള്ളൂ ഹോണ്ടയിൽ. പെട്രോൾ ഓട്ടോമാറ്റിക് 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ, BS6 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. വണ്ടി പക്കാ ഷോറൂം മെയിൻറ്റൈൻഡ് ആണ്. കിലോമീറ്റർ എങ്ങനെയാ? കിലോമീറ്റർ 40,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. VX വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡിൽ എക്സ്ക്ലൂസീവ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എഡിഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ വന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, ടയേഴ്സും കാര്യങ്ങളൊക്കെ പുതിയതാണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിൽ വന്നിട്ടില്ല. ആ സമയത്ത് ഏകദേശം എത്ര റേറ്റ് ഉണ്ടായിരുന്നു? ആ സമയത്ത് ഏകദേശം 1190 ലെവലിൽ റേഞ്ച് ഉണ്ടായിരുന്നു. 12ന്റെ മുകളിലായിരുന്നു. അതിന് ഓഫർ കഴിഞ്ഞിട്ട് 1190 വന്നിട്ടുണ്ട് കസ്റ്റമർക്ക്. 21 വന്നപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്നായിരുന്നു. അത് ഈ ഹെഡ്ലൈറ്റ്സും ടെയിൽ ലൈറ്റും മാത്രം ചെറിയൊരു ഡിഫറൻസ് വന്നിട്ട് അതിന് കുറച്ചും കൂടി റേറ്റ് അപ്പായി. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 7,75,000 രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം. ഫിനാൻസിന്റെ കാര്യങ്ങൾ ഫിനാൻസ് നമുക്ക് 90% വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 7 ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി ഫിനാൻസ് വാങ്ങി കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലാണ്. 7,75 ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റം കൂടി നമുക്ക് വരും. പെട്രോൾ വരുന്ന ഓട്ടോമാറ്റിക്, പെട്രോൾ CVT ഓട്ടോമാറ്റിക്, പക്ക ഷോറൂം മെയിൻറ്റൈൻഡ് വണ്ടി. ഓക്കെ. അമേസിംഗ് വേറെ ഉണ്ടോ? അമേസില്ല, നമ്മളെ ഒറ്റ. ഓക്കെ, അടുത്ത വണ്ടി നോക്കിയാലോ. അടുത്ത നമ്മള് ഇന്ന് ആദ്യത്തെ ഉണ്ടായില്ലേ? ആദ്യത്തെ ഉണ്ടായി. നമ്മളെ വീഡിയോയിലെ ഫസ്റ്റത്തെ ഉണ്ടായാണ്. വെന്യൂ ആണ്. 2019 മോഡൽ വെന്യൂ. സിംഗിൾ ഓണർഷിപ്പിൽ 44,000 കിലോമീറ്റർ ഓടിയ, 44 സംതിങ് ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. ഓട്ടോമാറ്റിക് മാനുവൽ ഡീസലാണ്. SX വേരിയന്റ് ആണ്. സൺറൂഫും അലോയ്സും വരും. SXO അല്ല. ബട്ടൺ സ്റ്റാർട്ട് ഒഴികെ, ബട്ടൺ സ്റ്റാർട്ടും ബാക്ക് വൈപ്പർ ഒഴികെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ്. അത്യാവശ്യം ഒരു 22-23 ലെവലിൽ ഹൈവേയിൽ മൈലേജ്, ഒരു 18-19 ലെവലിൽ നമുക്ക് ടൗണിൽ സിറ്റിയിൽ മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ്. സിംഗിൾ ഓണർ. ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ചോദിക്കുന്നത് 965 ആണ്. 9.5 ലെവലിൽ ലാസ്റ്റ് കൊടുക്കാം. അതിൽ നമുക്കൊരു മാക്സിമം ഒരു 8-8.5 വരെയൊക്കെ ലോൺ വാങ്ങിക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റത്തെ ഹുണ്ടായി ആണ്. അതും വെന്യൂയാണ് വന്നിരിക്കുന്നത്. ഡീസൽ വണ്ടി, ഫസ്റ്റത്തെ ഡീസൽ വണ്ടി കൂടിയാണ്. അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്തോളാം. ക്രെറ്റ ഉണ്ടോ നമ്മുടെ കയ്യിൽ? നമ്മുടെ ക്രെറ്റ ഉണ്ട്. പെട്രോളാണ്. ഓക്കെ. അങ്ങനെ നമ്മളിപ്പോൾ അടുത്ത ഹോണ്ടയിലേക്ക് എത്തി. പ്രാവശ്യം വന്നിരിക്കുന്നത് മൂന്ന് ഹോണ്ടായി. സിറ്റി റിയോ കഴിഞ്ഞ് അമേസ് കാണിച്ച് സിറ്റിയിലേക്ക് വന്ന്. ഏതാ മോഡല്? ഇത് 2016 മോഡലാ. സെക്കൻഡ് ഓണർഷിപ്പിൽ 34,000 കിലോമീറ്റർ ഓടിയ. വേരിയന്റ് വന്നിട്ട് SV വേരിയന്റ് ആണ്. SV എന്ന് പറയുമ്പോൾ മിഡിലായിട്ട് വരും. പെട്രോൾ വണ്ടി. 32,000 ഓടിയുള്ളൂ കേട്ടോ. 32,000 ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്? അതെ, മാനുവലാണ്. മാനുവൽ പെട്രോൾ. സെക്കൻഡ് ഓണർഷിപ്പ്. മറ്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം സർവീസ് ആയിട്ടുണ്ട്. ഈ വണ്ടിയുടെ സർവീസും നമ്മൾ ചെയ്തിട്ടാണ് കൊടുക്കുക. നേരത്തെ തിയാഗോക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സർവീസ് നമ്മൾ ചെയ്ത് തരും. കമ്പനി ഷോറൂമിൽ തന്നെ ഓതറൈസ് സർവീസ് സെന്ററിൽ തന്നെ ചെയ്യും. മറ്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും മേജറായിട്ടൊന്നും വന്നിട്ടില്ല. നല്ല പ്രൊഫൈലും ഉണ്ടല്ലോ. ടയേഴ്സും കാര്യങ്ങളെല്ലാം. അതെ, നമുക്കൊരു 85% വരെയൊക്കെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്നത് 6,65 ആണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ മൂന്നാമത്തെ ഹോണ്ടയാണ്. അത് റിയോ കാണിച്ച് അമേഴ്സ് കാണിച്ച് ഇപ്പോൾ സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ നമ്മൾ അടുത്ത വോക്സ് വാഗണിലേക്ക് വന്ന്. പ്രാവശ്യം ഇത് TSI ആണ്. ടർബോ TSI ആണ്. നമുക്കൊരു മാറ്റം. 1 ലിറ്റർ ടർബോ TSI ആണ്. ഇത് ഫുൾ ലോൺ കിട്ടുന്ന ഒരു പോളോ ആണ്. പവറും ടോർക്കൊക്കെ ഉള്ള ഒരു വണ്ടി. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ കിട്ടുന്ന ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളോ ഉള്ളവരുണ്ടല്ല. വണ്ടീന് കിലോമീറ്റർ 95,000 ആയിട്ടുണ്ട്. അണ്ടർ വാറന്റിയിലുള്ള വണ്ടി തന്നെയാണ്. പക്ഷേ 95,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 92 ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. മോഡൽ ഏതാ? ഇത് 2020. 2020 വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോർമൽ മാർക്കറ്റ് റേറ്റ് വരുന്നത് 8.5 ലക്ഷം രൂപ, 865, 870 വരെയൊക്കെയാണ്. 8.4 മുതലും കിട്ടാനുണ്ട്. 8.5, 860 വരെയൊക്കെയാണ് മാർക്കറ്റ്, നല്ല വണ്ടീൻ്റെ മാർക്കറ്റ് വരുന്നത്. നമ്മൾ 7 ലക്ഷം രൂപ ഫൈനൽ കിട്ടിയാൽ കൊടുക്കും. അത് 7 ലക്ഷം രൂപ ഫുൾ ലോൺ കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റത്തെ വണ്ടിയാണ്, ഫുൾ ലോൺ കിട്ടുന്ന ഫസ്റ്റത്തെ വണ്ടിയാണ്. ഒരു പോളോ ഫുൾ ലോൺ നോക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ ബന്ധപ്പെടാൻ പറ്റുന്നതാണ്. കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പെട്രോൾ അല്ലേ? പെട്രോൾ ഏറ്റവും ടോപ്പ് എൻഡ്. പെട്രോൾ 1 ലിറ്റർ ഹൈലൈൻ പ്ലസ്. ഓക്കെ. ടർബോ ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക കണ്ടീഷൻ ആണ്. ചെറിയ ഒരു ഡോർ പെയിന്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കമ്പനി തന്നെയാണ്. റീപ്ലേസ് ആയിട്ടില്ല.
മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. പിന്നെ അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് കൂടിയാണ്. നെറ്റായിട്ട് വന്നിരിക്കുന്നത് 7 lakh 7 lakhന് നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അത് കസ്റ്റമർ പ്രൊഫൈലും കൂടി അതിന് ആപ്റ്റ് ആവണം. ഓക്കെ. പക്ഷേ ഒരു 90% കേസസും കയറാൻ ചാൻസ് ഉണ്ട്. ഒരു അത്യാവശ്യം സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർക്ക് എന്തായാലും പാസ്സാവും. അപ്പോൾ 1 lakhന്റെ ഇപ്പോൾ സർവീസ് കാര്യങ്ങളൊക്കെ ഇല്ല, ഇപ്പൊ 92 സർവീസ് കഴിഞ്ഞു. ഇനി 1.7 അടുത്ത സർവീസ് വരിക. 15,000 കിലോമീറ്റർ ഗ്യാപ്പിലാണ് സർവീസ് വരിക. 1.20 സർവീസിലാണ് ഇതിന്റെ ടൈമിംഗ് ചെയിൻ മാറേണ്ടി വരുള്ളൂ. അതാ എന്നാൽ പോലും അതിന്റെ മേജർ സർവീസ് കമ്പയർ ചെയ്യുമ്പോൾ ഡീസലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പെട്രോളിന് കുറേ താഴെയാണ്. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. അങ്ങനെ നമ്മൾ അടുത്തത് നിസാൻ മാഗ്നൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇതും നേരത്തെ നമ്മൾ കണ്ട കൈഗറിനെ പോലെ തന്നെ CVT ടെർബോ ആണ്. 1 ലിറ്റർ ടെർബോ എഞ്ചിനാണ് വരുന്നത്. CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. 2022 തന്നെയാണ് മോഡൽ. സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു ഇന്റീരിയറിൽ ചെറിയ തോന്നലേ ഉള്ളൂ, പക്ഷേ ഏകദേശമൊക്കെ സെയിം ആണ്. പിന്നെ എനിക്ക് നിസാൻ മതി അല്ലെ എനിക്ക് റെനോ മതി എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻസിലാണ് രണ്ടിലും വേരി ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ട കൈഗറിനെ വെച്ചിട്ട് നോക്കുമ്പോൾ തൊട്ട് താഴത്തെ വേരിയന്റ് ആണ് ഇത് വരിക. XV പ്രീമിയം എന്ന് പറയുന്നതാണ് മാഗ്നൈറ്റിലെ ഏറ്റവും ടോപ്പ് എൻഡ്. ഇത് XV എക്സിക്യൂട്ടീവ് ആണ് വരുന്നത്. അതെ, ഇതിൽ സ്റ്റീരിയോ ടച്ച് വരില്ല. ഏതാ 22 ആണ്. സെയിം മോഡലാണ്. കിലോമീറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി കുറവാണ്. ഇത് 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഉണ്ട്. ബാക്ക് ഡോർ റീപ്ലേസ് ആണ്. ലെഫ്റ്റ് സൈഡ് ബാക്ക് ഡോർ റീപ്ലേസ് ആണ്. അല്ലാത്ത അതിലും ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഡോറാണ് റീപ്ലേസ് ഉള്ളത്. മറ്റ് ക്ലെയിമുകളോ കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ഇത് കമ്പനി വാറണ്ടിയിലുള്ള വണ്ടിയാണ്. 2027 വരെ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്ത വണ്ടിയാണ്. 5 വർഷത്തേക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിസാനും റെനോൾട്ടും കമ്പയർ ചെയ്യുമ്പോൾ പൊടിക്ക് മാഗ്നൈറ്റിനാണ് മാർക്കറ്റ് റേറ്റ് ജാസ്തി വരിക. അപ്പം സെയിം വേരിയന്റ് ആണ് മാഗ്നൈറ്റ് എങ്കിൽ 9.5 2022 വണ്ടിയുടെ XV പ്രീമിയത്തിന്റെ മാർക്കറ്റ്. ഇത് നമ്മൾ ചോദിക്കുന്നത് 9.10 ആണ്. ചെറിയ മാറ്റം കൂടി വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം. അതിലെന്തായാലും ഏകദേശം ഒരു 7-8 രൂപേന്റെ അടുത്ത് ലോൺ കയറുമോ? 8 എന്തായാലും കിട്ടും. 8ന്റെ അടുത്ത് കിട്ടൂല. 14,000 ഒക്കെ അല്ലേ ഓട്ടുള്ളൂ. വാല്യൂഷൻ മാക്സിമം വരും. അപ്പോൾ അതുകൊണ്ട് വലിയ ആ ഭാഗത്തേക്കുള്ള ടെൻഷൻ ഇല്ല. ഇതിപ്പോൾ നമ്മൾ സർവീസ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഇയറിൽ സർവീസ് ചെയ്താൽ മതി. അതെ, വാറണ്ടി കട്ടാവാക്കാൻ വേണ്ടിയിട്ട് 2027 വരെ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്. നമുക്ക് ടെൻഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു CVT ഗിയർ ബോക്സ് ഉണ്ട്. ഇപ്പോൾ നിസാന്റെ മാഗ്നൈറ്റ് നോക്കുകയാണെങ്കിൽ നേരെ വന്നോളുക. പുത്തൻ പുതിയ വണ്ടി പോലെ തന്നെ. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലാക്കുമായി നല്ല രീതിയിൽ തന്നെ വെൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു മാഗ്നൈറ്റ് ഇവിടെ അവൈലബിൾ ആണ്. നേരെ കോൺടാക്ട് ചെയ്തോളാം. അടുത്ത നമ്മൾ ഹുണ്ടായിന്റെ ക്രെറ്റയിലേക്ക് വന്നല്ലേ. പ്രാവശ്യം വന്നിരിക്കുന്നത് ക്രെറ്റയാണ്. ഏതാ മോഡല്? ഇത് 2018 മോഡല് ക്രെറ്റ SX ആണ്. ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെ SXO ആണ് ഏറ്റവും ടോപ്പ്. SX ആണ്. പെട്രോൾ വണ്ടിയാണ്. 1.6 എഞ്ചിൻ വരുന്ന പെട്രോൾ ആണ്. 78,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഓണർഷിപ്പ് എങ്ങനെയാണ് നിൽക്കുന്നത്? നിലവിൽ 3rd ഓണർഷിപ്പിലാണ്. നമ്മൾ ചോദിക്കുന്നത് 8.40 ചോദിക്കുന്നുള്ളൂ. ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് കൊടുക്കുക. 9.5 വരെ മാർക്കറ്റുള്ള വണ്ടിയാണ്. നമുക്ക് 8.20 ലെവലിൽ കൊടുക്കാൻ പറ്റും. അതിൽ ഫുൾ ലോൺ ചെയ്തും കൊടുക്കാം. നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? ഇല്ല, ഈ വണ്ടിയിൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഇല്ല. കിലോമീറ്റർ വൈസ് 78 ഓടിയിട്ടുണ്ട് എന്നല്ലാതെ എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ പക്കാ പെർഫെക്റ്റ് ആണ്. ഇതുവരെയുള്ള സർവീസ് ഫുൾ കമ്പനി മെയിൻറ്റെയിൻഡ് ആണ്. ഓണർഷിപ്പ് 3rd ആയിട്ടുണ്ട്. SX വരുന്നത് പെട്രോൾ മാനുവൽ അല്ലേ? SXൽ പെട്രോൾ മാനുവൽ 1.6 എഞ്ചിൻ. ബട്ടൺ സ്റ്റാർട്ട്, ഡ്യുവൽ എയർ ബാഗ്, നാവിഗേഷൻ വരുന്ന സ്റ്റീരിയോ, എല്ലാ ടോപ്പ് എൻഡ് ഫീച്ചേഴ്സും അടങ്ങുന്നുണ്ടല്ലോ. സൺറൂഫും എയർ ബാഗിലും ആണ് ഡിഫറൻസ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചൂസ് ചെയ്യുന്ന ഒരു വേരിയന്റും കൂടിയാണെന്ന് തോന്നുന്നു SX. അതെ. യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതലും SX കഴിഞ്ഞിട്ടുള്ള വേരിയന്റിനോടാണ് എല്ലാവർക്കും താല്പര്യം. പോളോയിലാണെങ്കിൽ ഏറ്റവും ടോപ്പ് എൻഡ് ഹൈലൈൻ പ്ലസ് ആണെങ്കിൽ ഹൈലൈൻ പ്ലസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മോട് പറയും. അതിനുശേഷമേ താഴെ കംഫർട്ട് ലൈനിലേക്കൊക്കെ പോകത്തുള്ളൂ. അങ്ങനെ. അപ്പോൾ നല്ലൊരു ക്രെറ്റയും കൂടി ഇവിടെ അവൈലബിൾ ആണ്. നേരെ കോൺടാക്ട് ചെയ്തോളുക. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ലാസ്റ്റ് കിയയിലേക്ക് വന്നിരിക്കുകയാണ്. കിയ ഒന്ന് കാണിച്ചില്ലല്ലോ? ഇല്ല, ഇന്ന് കാണിച്ചില്ല. ഫസ്റ്റ് വണ്ടിയാണ് കിയ, അതും സെൽട്ടോസ്. അതെ, സെൽട്ടോസിലേക്കാണ് വന്നിരിക്കുന്നത്. ഏതാ മോഡല്? ഇത് 2020 മോഡലാ. 2nd ഓണർഷിപ്പിലുള്ള ഡീസൽ സെൽട്ടോസ് ആണ്. ഡീസലാണ്. അതെ, ഓട്ടോമാറ്റിക് ആണോ? മാനുവൽ ഡീസലാണ്. അതിൽ HTK എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അതിൽ അലോയ്സ്, പിന്നെ സീറ്റ് കവേഴ്സ്, അങ്ങനത്തെ ബേസിക് വേണ്ട എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. വേറെ എക്സ്ട്രാ ആഡ് ഓണോ ആയിട്ടൊന്നും ചെയ്യണ്ട. എല്ലാം കസ്റ്റമർ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറന്റ്
ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് 44 സംതിങ് ആണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇതുവരെയുള്ള സർവീസ് എല്ലാം കമ്പനി മെയിൻറ്റൈൻഡ് ആണ്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. പക്ക നീറ്റ് ആൻഡ് കണ്ടീഷൻ ആണ്. ഒരു ബഡ്ജറ്റ് ഓറിയന്റഡ് സെൽറ്റോസ് ഡീസലാണ് നോക്കുന്നതെങ്കിൽ ഇത് പക്ക വണ്ടിയാണ്. 12.65 നമ്മൾ ചോദിക്കുന്നത്. 12.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. അതിൽ 11 വരെ ലോണും ചെയ്ത് കൊടുക്കാം. ലോണും കയറും. നല്ലൊരു സെൽറ്റോസും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഡീസൽ മാനുവൽ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജും കിട്ടുമല്ലോ. അതെ, ഒരു 16-18 വരെ ഹൈവേ ആയിട്ട് നമുക്ക് സുഖമായിട്ട് കിട്ടുന്ന വണ്ടിയാണ്. മൈലേജ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച്. പിന്നെ ഫീച്ചേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എയർ ബാഗും സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, സ്റ്റീരിയോ വരും. ഡ്രൈവ് ചെയ്യാനായാലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ വണ്ടിയാണ്. നല്ലൊരു വണ്ടിയും കൂടിയാണ്. അതും നല്ല വൈറ്റ് കളറില്ല. വൈറ്റ് കളർ. ഓക്കെ, അപ്പോൾ നമ്മള് ടിയാന്റെ സെൽറ്റോസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഒട്ടുമിക്ക കാറുകൾ, കുറച്ച് കാറുകളൊക്കെ പുറത്ത് പിന്നെ മഴ മഴയാണ്, ചെറിയൊരു മഴ പെയ്തിട്ടുണ്ട്. അത്യാവശ്യം പെട്ടെന്നാണ് ഇപ്പൊ മഴ പെയ്തത്. ഓക്കെ, അതില് ടിയാഗോ രണ്ട് ടിയാഗോ ഉണ്ട്. നമ്മളിൽ പുറത്ത് 2 പോളോ കിടപ്പുണ്ട്. ലോ ബഡ്ജറ്റിലേക്ക് വരുന്ന കുറച്ച് വണ്ടികൾ നമ്മൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ ലോ ബഡ്ജറ്റിലേക്ക് പിടിച്ചാൽ. പിന്നെ ബൊലേറോ ഉണ്ട്, പിന്നെ ടോപ്പ് ആൻഡ് സ്വിഫ്റ്റ് ZXi+ ഉണ്ട്. എല്ലാം നമുക്ക് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നതിനോണ്ട് നല്ല മഴയാണ്, കാണിച്ചു ബുദ്ധിമുട്ടാവണ്ടല്ലോ. അതെ അതെ അതെ, സത്യമാണ്. അപ്പൊ നേരെ കോൺടാക്ട് ചെയ്തോളാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ അന്നത്തെ വീഡിയോ അതിന്റെ ചെയ്താലോ? അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.